എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ജീവിതം എപ്പോഴാണ് നമ്മളെ പരീക്ഷിക്കുക എന്ന് പറയുവാൻ കഴിയുകയില്ല. അപ്രതീക്ഷിതമായി കടന്നുവരുന്ന രോഗങ്ങളും അപകടങ്ങളും ഒരു കുടുംബത്തിൻ്റെ പ്രത്യാശയെ ആകെ തകിടം മറിച്ചേക്കാം. പ്രത്യേകിച്ച് ക്യാൻസർ, വൃക്കരോഗങ്ങൾ തുടങ്ങിയ ഗുരുതരമായ അസുഖങ്ങൾ ബാധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വലിയ സർജറി വേണ്ടി വരുമ്പോൾ ചികിത്സാ ചെലവ് താങ്ങാനാകാതെ മനസ്സ് തളർന്നു പോകുന്ന എത്രയോ പേർ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇത്തരം പ്രതിസന്ധികളിൽ നമ്മെ ചേർത്ത് പിടിക്കുവാൻ, നമുക്കൊരു കൈത്താങ്ങാവാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വലിയൊരു ആശ്വാസ പദ്ധതിയുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അഥവാ CMDRF 2026 പുതിയ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. റേഷൻ കാർഡ് APL ആണോ BPL ആണോ എന്ന് നോക്കാതെ അർഹതപ്പെട്ട എല്ലാവർക്കും സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഒട്ടും വൈകാതെ ഈ വിവരങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിക്കുക. ആദ്യമായി ഈ ധനസഹായത്തിന് ആരൊക്കെയാണ് അർഹരെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വീടുകളിൽ ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ചവർ, ഡയാലിസിസ് ഉൾപ്പെടെയുള്ള തുടർ ചികിത്സകൾ ആവശ്യമുള്ള കിഡ്നി രോഗികൾ, ക്യാൻസർ ബാധിതർ, ഹൃദ്രോഗികൾ, മറ്റ് വലിയ ശസ്ത്രക്രിയകൾക്ക് വിധേയരായവർ എന്നിവർക്കെല്ലാം ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനിയും ഇതൊന്നുമല്ല, എല്ലാ മാസവും കൃത്യമായി വലിയ തുകയ്ക്ക് മരുന്നുകൾ വാങ്ങേണ്ടി വരുന്നവരും തുടർ ചികിത്സ നടത്തുന്നവരുമായ സാധാരണക്കാർക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതോടൊപ്പം അപ്രതീക്ഷിതമായ അപകടങ്ങളിൽപ്പെട്ട് കുടുംബനാഥനോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോ മരണപ്പെട്ടവർ ഉണ്ടെങ്കിൽ അവർക്കും ഈ ധനസഹായത്തിന് അർഹതയുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, നിങ്ങളുടെ റേഷൻ കാർഡ് APL ആണോ BPL ആണോ എന്നത് ഈ സഹായത്തിന് തടസ്സമേ അല്ല. ഒരേ ഒരു മാനദണ്ഡം മാത്രം, നിങ്ങളുടെ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. ഈയൊരു യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ധനസഹായത്തിന് അപേക്ഷിക്കാവുന്നതാണ്. ഇനിയും ആവശ്യമായ രേഖകൾ എന്തൊക്കെയെന്ന് നോക്കാം. അപേക്ഷിക്കുന്നതിന് മുമ്പേ നമ്മൾ ചില പ്രധാനപ്പെട്ട രേഖകൾ കരുതേണ്ടതുണ്ട്. ആദ്യമായി ഒരു വെള്ളക്കടലാസിൽ നമ്മുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ചും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചും വ്യക്തമായി വിവരിക്കുന്ന ഒരു അപേക്ഷ തയ്യാറാക്കണം. രണ്ടാമതായി ഏറ്റവും പ്രധാനപ്പെട്ടത് മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ്. നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ പക്കൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അപേക്ഷിക്കാനാണ് എന്ന് പറഞ്ഞ് കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് വാങ്ങി സൂക്ഷിക്കണം. ചികിത്സയ്ക്കായി പ്രതീക്ഷിക്കുന്ന തുകയുടെ എസ്റ്റിമേറ്റും ഇതിനോടൊപ്പം ചേർക്കാവുന്നതാണ്. ഇവ കൂടാതെ ഇനി പറയുന്ന രേഖകൾ കൂടി നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടതാണ്. 1. നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ കോപ്പി. 2. ഗുണഭോക്താവിൻ്റെ തിരിച്ചറിയൽ രേഖ, അതായത് ആധാർ കാർഡ്. 3. ബാങ്ക് പാസ്ബുക്കിൻ്റെ മുൻപിലത്തെ കോപ്പി. കാരണം ധനസഹായ തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് അക്കൗണ്ട് ആക്റ്റീവ് ആണെന്ന് ഉറപ്പാക്കേണ്ടതാണ്. 4. നിലവിൽ ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ നമ്പർ, സാധുവായ ഒരു ഇമെയിൽ ID. ഇനിയും ഈ ലഭിക്കുന്ന ധനസഹായം എത്രയെന്ന് നമുക്ക് നോക്കാം. ഇനിയും ഈ പദ്ധതിയിലൂടെ എത്ര രൂപ വരെ ധനസഹായം ലഭിക്കുമെന്ന് നോക്കാം. അവയവമാറ്റ ശസ്ത്രക്രിയ പോലെയുള്ള അതീവ ഗുരുതരമായ സാഹചര്യങ്ങളിൽ 3 ലക്ഷം രൂപ വരെ ധനസഹായം ലഭിക്കാറുണ്ട്. അതുപോലെ അപകട മരണങ്ങൾ സംഭവിച്ച കുടുംബത്തിന് 1 ലക്ഷം രൂപ വരെ ആശ്വാസ ധനമായി ലഭിക്കും. മറ്റു ഗുരുതര രോഗങ്ങൾ ഉള്ളവർക്കും സർജറി കഴിഞ്ഞവർക്കും അവർ സമർപ്പിക്കുന്ന ചികിത്സാ രേഖകളുടെയും എസ്റ്റിമേറ്റിൻ്റെയും ആനുപാതികമായ തുകയാണ് അനുവദിക്കുക. പലരുടെയും ഒരു സംശയമാണ്, ഒരിക്കൽ ഈ സഹായം കൈപ്പറ്റിയവർക്ക് വീണ്ടും അപേക്ഷിക്കുവാൻ സാധിക്കുമോ എന്ന്. സാധാരണഗതിയിൽ ഒരിക്കൽ ലഭിച്ചവർക്ക് വീണ്ടും അപേക്ഷിക്കാൻ കഴിയില്ല എങ്കിലും ക്യാൻസർ അല്ലെങ്കിൽ കിഡ്നി രോഗം പോലെയുള്ള കഠിനമായ രോഗാവസ്ഥകളിൽ തുടർ ചികിത്സ ആവശ്യമുള്ളവർക്ക് 2 വർഷത്തിന് ശേഷം വീണ്ടും അപേക്ഷിക്കാനുള്ള അനുമതിയുണ്ട്. ഇനിയും ഇത് എങ്ങനെ അപേക്ഷിക്കാം എന്ന് നോക്കാം. ഇതെങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്ന് വ്യക്തമാക്കാം. പൂർണ്ണമായി ഓൺലൈൻ വഴിയാണ് ഇതിൻ്റെ അപേക്ഷകൾ സ്വീകരിക്കുന്നത്. www.cmo.kerala.gov.in cmo.kerala.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ ഒട്ടും മടിക്കേണ്ടതില്ല. നിങ്ങളുടെ വീടിനടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ CSC സെൻ്ററുകളോ മറ്റ് പൊതുസേവന കേന്ദ്രങ്ങളോ ഇതിനെ സമീപിക്കാവുന്നതാണ്. റവന്യൂ വകുപ്പാണ് ഈ അപേക്ഷകൾ പരിശോധിച്ച് ഇതിന്മേലുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്ന ആ നിമിഷം തന്നെ നിങ്ങൾ നൽകിയ മൊബൈൽ നമ്പറിലേക്ക് ഒരു കൺഫർമേഷൻ മെസ്സേജ് വരും. അതിലൊരു ആപ്ലിക്കേഷൻ ID യും ഉണ്ടായിരിക്കും. ഈ ID ഉപയോഗിച്ച് നിങ്ങളുടെ അപേക്ഷയുടെ
നിലവിലെ സ്ഥിതി എന്താണ് എന്ന് എപ്പോൾ വേണമെങ്കിലും ട്രാക്ക് ചെയ്യുവാനും സാധിക്കും. രോഗാവസ്ഥകൾക്ക് മാത്രമല്ല, പ്രകൃതിക്ഷോഭം മൂലം വീടുകൾക്കോ വസ്തുവകകൾക്കോ നാശനഷ്ടം സംഭവിച്ചാലും ഈ പോർട്ടൽ വഴി അപേക്ഷിക്കാമെന്ന് ഓർക്കുക. പ്രിയപ്പെട്ടവരെ, രോഗവും ദുരിതവും വരുമ്പോൾ സാമ്പത്തികമായി തളർന്നു പോകുന്ന ഒട്ടനവധി കുടുംബങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ വിവരം ഒരു വലിയ വെളിച്ചമായിരിക്കും. അർഹരായ എല്ലാവരിലും ഈ വിവരം എത്തിക്കുക എന്നത് നമ്മുടെ കൂടി കടമയാണ്. അതുകൊണ്ട് ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. മടി വിചാരിച്ച് ആരും അപേക്ഷിക്കാതിരിക്കരുത്. എത്രയും വേഗം തന്നെ ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷിക്കുക. അർഹതപ്പെട്ട സഹായം നിങ്ങളെ തേടിയെത്തും. ഇത്തരം ഉപകാരപ്രദമായ കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വിവരവുമായി കാണാം. നന്ദി, നമസ്കാരം.